ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോളം റവ ഉപ്പുമാവാണ്. അടിപൊളി ടേസ്റ്റാണ്. പണ്ട് കാലങ്ങളിലൊക്കെ സ്കൂളുകളിൽ നിന്ന് നഴ്സറിയിൽ നിന്നൊക്കെ കഴിച്ചവർക്ക് ഓർമ്മയുണ്ടാകും. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. അടിപൊളി ടേസ്റ്റാട്ടോ. ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് ചോളം റവ ഉപ്പുമാവിൻ്റെ പൊടിയെ. അപ്പോൾ 250 ഗ്രാമുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് എടുക്കാം. ഈ ഗ്ലാസ്സിൽ 1.5 കപ്പ് കാണുമേ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടുണ്ട്. ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം 2 ഉണക്കമുളക് ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയൊരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. സവാള അരിഞ്ഞതും പിന്നെ കരിയാപ്പലി. അപ്പോൾ സവാള അധികം വേണ്ട കേട്ടോ, കുറച്ച് മതിയേ. ഇനി നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വഴണ്ട് കിട്ടണ്ട, എന്നാലും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ ചോളം റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തരിയാണ് കേട്ടോ, പൊടിയല്ലേ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റെങ്കിലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്, കരിഞ്ഞു പോകുവേ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൂട് വെള്ളമാണ്, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം നമ്മളെടുത്ത കപ്പിന് തന്നെയാണ് 2.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം വറുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതിയേ. ഇനി നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ ആ കപ്പിൽ അളന്ന് 2.5 കപ്പ് വെള്ളം കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കാമേ. അപ്പോൾ ആ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് 1/2 സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം, തീ കൂട്ടി കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വെന്ത് വരണം. ഇത് പറ്റി വന്ന ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കിയ ശേഷമാണ് അടച്ചു വയ്ക്കുന്നത്. കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ, വെള്ളം കറക്റ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് ശേഷം നമുക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്, മുഴുവനായിട്ട് പറ്റിയിട്ടില്ലേ. നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല കട്ട കെട്ടിയ പോലെ നമുക്ക് തോന്നും, കുഴപ്പമില്ല. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം. ചൂടോടെ ഇളക്കുമ്പോൾ നമുക്ക് തോന്നും കട്ട കെട്ടി കുഴഞ്ഞു പോയെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചൂട് ഇത്തിരി കുറയുമ്പം കറക്റ്റ് ആയിരിക്കുവേ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പുട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. പുട്ടാണെങ്കിൽ നല്ല രസമാണ്. പിന്നെ ഇത് ചോളം റവ തരിയാണ്, ചോളപ്പൊടി അല്ലാതെ നമുക്ക് പൊടിയായിട്ടും കിട്ടും കേട്ടോ, രണ്ടും ഉണ്ട്. അപ്പം ഇതുകൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ദാണ്ടേ കറക്റ്റ് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലാതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുള്ള ഐറ്റമാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കട്ട കെട്ടാതെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചോളം റവ ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ.